നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ചോറും ബീഫ് കറിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ചൈനയിൽ കഴിച്ചതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ബീഫ് കറി തന്നെയായിരുന്നു. സ്വന്തം ഹോട്ടലിലെ ഫുഡ് സ്വന്തമായിരുന്നു കഴിക്കുന്ന ഹോട്ടൽ ഓണേഴ്സ് ആണ് ഇവർ. നമ്മുടെ നാട്ടിലെ ഹോട്ടൽ ഓണേഴ്സ് ആ ഹോട്ടലിന്റെ പരിസരത്തോട്ട് വരില്ലെങ്കിലും ചൈനയിൽ ഇത് ഭയങ്കര കോമൺ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ്. ചെങ്ഡുവിലുള്ളവർക്ക് ഈ ഒരു കടയിൽ വന്ന് നല്ലൊരു ബീഫ് കറി കഴിക്കാം. ഈ ഒരു ഏരിയയിൽ കുറെ അടിപൊളി ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് ചെയ്യാൻ വന്നപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബില്ല് ചെയ്ത് സാധനമൊക്കെ വാങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മക്കളെ ഒരു ലോഡ് ചൈനക്കാരിങ്ങനെ വട്ടം കൂടി നിൽക്കണ കണ്ടത്. അപ്പൊ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒബ്വിയസ്ലി നമ്മൾ പോയി നോക്കുമല്ലോ. ചൈനീസ് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് പുള്ളി പറയണത് മനസ്സിലാവുന്നില്ല. ആരോടും ചോദിക്കാനും ഇവിടെ നിവർത്തിയില്ല. പുള്ളി കുറെ ടാലന്റ് കാണിക്കുന്നുണ്ട്. ഒരു കൊച്ചിനെ വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. കോഴീനെ എടുത്ത് അതിന്റെ വപ്പും പൂടയൊക്കെ പറിച്ച് എന്തോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഒരു ബ്ലേഡ് എടുത്ത് കോഴിയുടെ കാലങ്ങ് മുറിച്ച് പിന്നെ ആ മുറിഞ്ഞ കാല് പിരിച്ചൊടിച്ച് അത് കഴിഞ്ഞ് ഒരു ചേച്ചി ആ ഒടിഞ്ഞ കാല് കാണിച്ചു തരാൻ വേണ്ടി എല്ലാവരുടെ മുമ്പിൽ കൂടെ നടന്നു. പിന്നെ ആ കോഴീനെ അവിടെ ഇട്ടിട്ട് ഡ്രമ്മിന്റെ അകത്തുനിന്ന് ഒരു മരക്കഷ്ണം എടുത്ത് അത് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നു. ഇങ്ങനെ ഇവന്റെ ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുക്കൻ എന്നെ തോന്നിട്ട് പറഞ്ഞു, ബ്രോന് വല്ലതും മനസ്സിലാവുന്നുണ്ടാവും. അവനറിയാവുന്ന അരമുറി ഇംഗ്ലീഷിൽ പറഞ്ഞ് ഇത് അവരുടെ മെഡിസിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. കോഴീനെ വെച്ച് മാജിക് ഷോ കാണാനിരുന്ന ഞാനേ